വൈഷ്ണവം PSC എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് രോഗങ്ങളും അവ ബാധിക്കുന്ന ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് രോഗങ്ങളും അവ ബാധിക്കുന്ന ശരീരഭാഗങ്ങളെയും കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ആദ്യമായിട്ട് തലച്ചോറിനെ ബാധിക്കുന്ന രോഗം. തലച്ചോറിനെ ബാധിക്കുന്ന രോഗം എന്ന് പറയുന്നത് മെനിഞ്ചൈറ്റിസ് എന്ന രോഗമാണ്. തലച്ചോറിനെ ബാധിക്കുന്ന രോഗം മെനിഞ്ചൈറ്റിസ് ആണ്. മെനിഞ്ചൈറ്റിസ് തലച്ചോറിനെ മാത്രമല്ല നാഡീവ്യവസ്ഥയെയും ബാധിക്കുന്നു. ഇനി നമുക്ക് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന കുറച്ച് രോഗങ്ങളെ പരിചയപ്പെടാം. മെനിഞ്ചൈറ്റിസ്, അപസ്മാരം, പേവിഷബാധ, അൾഷിമേഴ്സ്, കുഷ്ഠം, പോളിയോമൈലിറ്റിസ്, പാരാലിസിസ്, പാർക്കിൻസൺസ് രോഗം. ഒന്നുകൂടി പറയാം. മെനിഞ്ചൈറ്റിസ്, അപസ്മാരം, പേവിഷബാധ, അൾഷിമേഴ്സ്, കുഷ്ഠം, പോളിയോമൈലിറ്റിസ്, പാരാലിസിസ്, പാർക്കിൻസൺസ് രോഗം. ഇതെല്ലാം നമ്മുടെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ്. പക്ഷേ ഇതുപോലെ നമ്മുടെ കേന്ദ്ര നാഡീവ്യവസ്ഥയും ബാധിക്കുന്ന ഒരു രോഗമുണ്ട്. ഹണ്ടിങ്ടൺ ഡിസീസ് എന്ന് പറയുന്ന രോഗം കേന്ദ്ര നാഡീവ്യവസ്ഥയെ ബാധിക്കും. എയ്ഡ്സ് ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തെയാണ് എയ്ഡ്സ് എന്ന രോഗം ബാധിക്കുന്നത്. കരളിനെ ബാധിക്കുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസും സിറോസിസും. സിറോസിസും ഹെപ്പറ്റൈറ്റിസും കരളിനെ ബാധിക്കുന്നു. മുണ്ടിനീര് എന്ന അസുഖം ഉമിനീർ ഗ്രന്ഥികളെയാണ് ബാധിക്കുന്നത്. ടോൺസിൽ ഗ്രന്ഥി, ടോൺസിലൈറ്റിസ്, ടോൺസിൽ എന്നുള്ളത് തന്നെ നമുക്കറിയാം ടോൺസിലൈറ്റിസ് ആണെന്നുള്ളത്. പ്ലീഹ എന്ന അവയവത്തെ ബാധിക്കുന്നതാണ് മലേറിയ എന്ന രോഗം. തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗമാണ് ഗോയിറ്റർ. ഡിഫ്തീരിയ തൊണ്ടയെ ബാധിക്കുന്നു. ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ സാസ്, സിലിക്കോസിസ്, ക്ഷയം. കുടലിനെ ബാധിക്കുന്ന രോഗമാണ് ടൈഫോയിഡ്. ടൈഫോയിഡ് കുടലിനെ ബാധിക്കുന്ന രോഗമാണ്. കണ എന്ന രോഗം ബാധിക്കുന്നത് എല്ലിനെയാണ് ബാധിക്കുന്നത്. ത്വക്കിനെ ബാധിക്കുന്ന രോഗങ്ങൾ എക്സിമ, മെലനോമ, സോറിയോസിസ്. മോണയെ ബാധിക്കുന്നത് പയോറിയ, ജിഞ്ചിവൈറ്റിസ്.